സുപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരൻ ആന്റൺ ചെക്കോവ് എഴുതിയ ദുഃഖം എന്ന കഥയുടെ സംക്ഷിപ്ത രൂപം കേൾക്കാം. നേരം വൈകുന്ന നേരത്താണ് അയോണ പൊട്ടപ്പോവ് എന്ന ടാക്സി ഡ്രൈവർ തൻ്റെ കുതിര വണ്ടിയിലിരുന്നത്. ഇന്നൊരു ഓട്ടവും കിട്ടിയില്ല. അയാൾ ആകെ ദുഃഖിതനായിരുന്നു. തൻ്റെ ദുഃഖത്തെക്കുറിച്ച് ആലോചിച്ച് അയാൾ ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ടാക്സി എന്ന ഒരു വിളി കേട്ടത്. അയാൾ നോക്കുമ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ വളരെ വേഗം അദ്ദേഹത്തെ തൻ്റെ കുതിരവണ്ടിയിൽ കയറിയിരുത്തി അദ്ദേഹം പറഞ്ഞിടത്തേക്ക് വേഗം വണ്ടി പായിക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ ഉറങ്ങാൻ തുടങ്ങുന്നത് കണ്ട് അദ്ദേഹം ഈ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, സാർ, എനിക്കൊരു വിഷമമുണ്ടായിരുന്നു, അങ്ങ് അത് കേൾക്കുമോ? ഇല്ല, ഞാൻ വല്ലാതെ ജോലി തിരക്കിലാണ്, ഞാൻ ക്ഷീണിതനാണ്, എനിക്കൊന്ന് മയങ്ങണം. ആ അയോണ തൻ്റെ ദുഃഖം അയവിറക്കി വണ്ടി ഓടിച്ചു. പെട്ടെന്ന് തൻ്റെ ദുഃഖത്തിൽ ആമഗ്നനായി പോയ അയോണയ്ക്ക് വഴിതെറ്റി. പെട്ടെന്ന് ആ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അയാളോട് ദേഷ്യപ്പെട്ടു, നിങ്ങൾ ഇങ്ങനെ പോയാൽ ഇനി നാളെയെങ്കിലും എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തുമോ? ക്ഷമിക്കണം സാർ, എനിക്ക് എന്നെ വല്ലാതെ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ ദുഃഖം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അല്പം ആശ്വാസം കിട്ടിയേനെ. ആ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ടാക്സി ഡ്രൈവർമാരുടെ ദുഃഖം കേൾക്കലല്ല എൻ്റെ പണി, നിങ്ങൾ മറ്റാരോടെങ്കിലും പറയൂ. എങ്കിലും അയോണ അയാളെ കൃത്യസ്ഥാനത്ത് തന്നെ കൊണ്ടിറക്കി. തിരിച്ച് വരുമ്പോൾ 3 സംസാരപ്രിയരായ ചെറുപ്പക്കാരെ കിട്ടി. അവർ അന്യോന്യം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അയോണ അവരോട് ചോദിച്ചു, എനിക്കൊരു സങ്കടമുണ്ട്, എൻ്റെ മകൻ മരണപ്പെട്ടു പോയി, എനിക്ക് അവനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനുണ്ട്, അതൊന്ന് കേൾക്കുമോ? അപ്പോൾ അവർ പറഞ്ഞു, എല്ലാ മനുഷ്യരും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും, അതിലെന്തിനാണ് ഇത്ര സങ്കടപ്പെടാൻ? അപ്പോൾ അയോണ ഒന്നും മിണ്ടിയില്ല. ഈ ദുഃഖം ആരോടാണ് ഞാനൊന്ന് പറയുക? അങ്ങനെ തൻ്റെ കുതിരയെ അഴിച്ച് ലായത്തിൽ കെട്ടിയിട്ട് തൻ്റെ സഹപ്രവർത്തകൻ്റെ അടുത്ത് ചെന്ന് ആ ദുഃഖം പറയാൻ ആരംഭിച്ചു. അയാൾ ഊർക്കം വലിച്ചുറങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ അയോണ തൻ്റെ കുതിരയുടെ അടുത്ത് ചെന്നു. തൻ്റെ യജമാനനെ കണ്ടതും കുതിര തലയാട്ടി അയാളെ വെൽക്കം ചെയ്തു. അയോണ അവൻ്റെ കുതിരയോട് പറഞ്ഞു, എൻ്റെ മോൻ മരിച്ചുപോയി, ഈ എൻ്റെ സങ്കടം നീ ഒന്ന് കേൾക്കുമോ? കുതിര അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി നിന്നു. അയോണ 1 മണിക്കൂർ സമയമെടുത്ത് തൻ്റെ മകൻ നഷ്ടപ്പെട്ടതിലുള്ള എല്ലാ സങ്കടവും അവനുമൊത്ത് ബാല്യകാലത്ത് കളിച്ച കളികളും അവൻ്റെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും എല്ലാ സങ്കടങ്ങളും തൻ്റെ പ്രിയപ്പെട്ട കുതിരയോട് പറഞ്ഞു. ആ കുതിര ആ സങ്കടങ്ങൾ മുഴുവൻ അയാളുടെ നെഞ്ചിൽ തലവെച്ച് കേട്ടു. പ്രിയപ്പെട്ടവരെ, ഇതൊരു കഥയാണെങ്കിലും നമ്മുടെ ചുറ്റും ഇന്നും അയോണയെ പോലെ ആൾക്കാർ അലഞ്ഞു നടക്കുന്നു എൻ്റെ ദുഃഖമൊന്ന് കേൾക്കാൻ. അതിന് പരിഹാരം തേടിയല്ല, ആരെങ്കിലും എൻ്റെ ദുഃഖമൊന്ന് കേട്ടിരുന്നെങ്കിലെന്ന്. ഈ ദുഃഖം കേൾക്കാനുള്ള മനസ്സുള്ള മനുഷ്യർ ഉണ്ടാവേണ്ടത് ഇന്നിൻ്റെ കാലത്തിൻ്റെ ഏറ്റവും ആവശ്യകതയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ എപ്പോഴെങ്കിലും നമ്മളോടൊന്ന് അഭ്യർത്ഥിക്കുമ്പോൾ അവർക്ക് കാതുകൾ നൽകാൻ നമുക്ക് കഴിയണം.